ഹായ് ഫ്രണ്ട്സ്, എന്താണല്ലേ നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ എത്ര കണ്ടാലും കേട്ടാലും തന്നെ ഒന്നും പഠിക്കില്ല എന്നുള്ള ഒരു മൈൻഡിൽ നടക്കുകയാണെന്ന് തോന്നുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികളെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അല്ലേ? ഈ പണ്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അവരെക്കുറിച്ച് വയസ്സായ ആളുകളെ കുറിച്ച് കേൾക്കുന്ന ഒരു കാര്യത്തേക്കാൾ കൂടുതൽ നമ്മുടെ ചെറിയ ഇല്ലേ ഇപ്പോഴത്തെ ഒരു തലമുറയെ കുറിച്ചിട്ടാണ് കൂടുതൽ ഇന്നത്തെ ഒരു ന്യൂസ് എന്ന് പറയുന്നത് തന്നെ. അവരെ കുറിച്ചിട്ടുള്ള ഫുള്ള് കാര്യങ്ങളാണ്. തെറ്റായാലും നല്ലതായാലും എന്തായാലും ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ജനറേഷനാണ് ഫുള്ള് ന്യൂസിൽ നിറഞ്ഞു നിൽക്കുന്നത്. സ്വന്തം സഹപാഠിയുടെ ദേഹത്തേക്ക് ഒരു കുട്ടി നായക്കൊർണ പൊടി വിതറിയിട്ടിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കാം. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലം അല്ലേ? നമ്മളൊക്കെ എല്ലാവരും പഠിച്ചിട്ട് വന്നത് തന്നെയാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ചെറിയ ചെറിയ തമാശകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളുടെ തമാശ എന്ന് പറയുന്നത് അതൊരു തമാശ രീതിയിൽ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ തമാശയാണ് എന്ന് കരുതിയിട്ട് ചെയ്യുന്ന ആളുടെ മനസ്സിൽ മാത്രമാണ് അതൊരു തമാശ എന്ന് പറയുന്നത്. അത് അനുഭവിക്കുന്ന ആളുകൾക്ക് സത്യം പറഞ്ഞാൽ അതൊരു പീഡനം തന്നെയാണ് അല്ലേ? വലിയൊരു പീഡനം, ഒരു ക്രൂരമായിട്ടുള്ള പീഡനം തന്നെയാണ് അവരോട് ചെയ്യുന്നത്. ഒരു കുട്ടിയുടെ ദേഹത്തേക്ക് നായക്കൊർണ പൊടി വിതറുക എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കും. എത്രമാത്രം അതിൻ്റെ ആ ഒരു ചൊറിച്ചിലും ബുദ്ധിമുട്ടുണ്ടാകും. അതൊരു ചെറിയ ഒരു പോർഷനിൽ മാത്രമൊന്നല്ല ആയിരിക്കുന്നത്. ആ ഒരു കുട്ടിയുടെ ഫുള്ള് ഭാഗം, അതായത് ആ ഒരു കുട്ടിയുടെ ഒരു പെൺകുട്ടിയാണ് കേട്ടോ, മറ്റൊരു പെൺകുട്ടി തന്നെയാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. ആ ഒരു കുട്ടിയുടെ ഫുൾ ബോഡി ആയിട്ടുണ്ട്. എന്താ പറയുക, നമ്മൾ സ്വകാര്യ ഭാഗങ്ങളിൽ വരെ, ആ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വരെ ചൊറിഞ്ഞ് ആ കുട്ടിക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഒന്ന് ചിന്തിച്ച് നോക്കാം. സ്കൂളിൽ തന്നെ ബാത്റൂമിൽ കുറേ നേരം മണിക്കൂറുകളോളം ഡ്രസ്സൊക്കെ അഴിച്ചിട്ട് ആ കുട്ടി ചൊറിയേണ്ടി വരുന്ന ഒരവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്ക്. അത് ചെയ്തിട്ടുള്ളത് ആരാണെങ്കിലോ സ്വന്തം സഹപാഠി. അവർ പറയുന്നത് അതൊരു തമാശയായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിലുണ്ടല്ലോ, നമുക്ക് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നിയമത്തെയും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ ന്യൂസിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു പെൺകുട്ടി 10ാം ക്ലാസ്സുകാരിയാണ്, എറിഞ്ഞൊരു പെൺകുട്ടി 10ാം ക്ലാസ്സുകാരിയാണ്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? സ്കൂളിലും മാനേജ്മെൻറ്റും എല്ലാവരും, നമ്മുടെ നിയമം തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ 10ാം ക്ലാസ്സിൽ എക്സാം നടന്നുകൊണ്ടിരിക്കല്ലേ, അപ്പോൾ നമുക്കത് കുറച്ച് ദിവസത്തേക്ക് മാറ്റിയേക്കാം. അതായത് എക്സാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചോദ്യം കാര്യങ്ങളും ഒക്കെ നടത്താതെ. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ച ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അതായത് ഈ നായക്കൊർണപ്പൊടി മേല് വീണിട്ട ഒരു പെൺകുട്ടി ഉറങ്ങാൻ പോലും കഴിയാതെ, എക്സാം പോലും എഴുതാൻ കഴിയാതെ അത്രയും ബുദ്ധിമുട്ടി നിൽക്കുന്ന ആ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ എന്താ നമ്മളാരും കാണാത്തത്? അല്ലെങ്കിൽ നമ്മുടെ നിയമം എന്താ അത് കാണാത്തത്? ഒന്ന് ചിന്തിച്ച് നോക്കില്ല. നമ്മൾ തമാശക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന പോലെയാണ് നമ്മൾ ഒരാളെ ദേഹത്ത് ഇങ്ങനെ ഒരു നായക്കൊർണപ്പൊടി വിതറുക എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം ചൊറിച്ചിലുണ്ടാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? ഈ കുട്ടിയെ എറിഞ്ഞൊരു പെൺകുട്ടിയില്ല, ആ ഒരു പെൺകുട്ടിയുടെ മേഘത്തേക്കും അതേപോലെ ഈ ഒരു പെൺകുട്ടി എത്രമാത്രം ആ ഒരു ചൊറിച്ചിലിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചോ അതേ ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ചൊറിച്ചിലിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഈ ഒരു പെൺകുട്ടിയെയും അറിയിക്കുക. അത്രയെങ്കിലും ചെയ്യണ്ട സത്യം പറഞ്ഞാൽ നമ്മുടെ നിയമം എന്ന് പറയുന്നത്. നമുക്ക് എന്താ പറയുക, മറ്റൊരാളെ കയ്യിൽ നമുക്ക് ഒരുപാട് ക്രൂരതകൾ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന ഒരു ശിക്ഷ എന്ന് പറയുന്നത് നമ്മുടെ നിയമത്തിൽ വെച്ചിട്ട് സുഖമായിട്ടുള്ളൊരു കാര്യം. നമ്മൾ ഒരു ദിവസം 1-2 ദിവസം ജയിലിലിട്ട് കഴിഞ്ഞിട്ട് അവർക്ക് നല്ല തീറ്റി പോറ്റിയിട്ട് അവരെ വിടുക. അപ്പോൾ ഈ ബുദ്ധിമുട്ട് അനുഭവിച്ച ആൾക്കോ അവർക്ക് എന്താണ് കിട്ടുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നാട്ടിൽ തെറ്റ് ചെയ്യുന്നവനാണ് ഇന്ന് പേടിക്കേണ്ടാത്ത ആവശ്യമുള്ളത്. തെറ്റ് ചെയ്തിട്ടുണ്ടോ നമ്മൾ ഭയപ്പെടേണ്ട. അതാണ് നമ്മുടെ നിയമം നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മളാണ് ഇര എങ്കിൽ നമ്മൾ പേടിക്കണം. ഞാനാണിപ്പോൾ ഇര എന്നെങ്കിൽ ഞാനാണ് പേടിക്കേണ്ടത്. ആ തെറ്റ് ചെയ്ത വ്യക്തി പേടിക്കേണ്ടേ ആവശ്യമില്ല. അതാണ് നമ്മുടെ നിയമം നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ ഷഹബാസിൻ്റെ വിഷയത്തിലായാലും അത് തന്നെയാണ് നടക്കുന്നത്. ഒരു കുട്ടിയെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ട് അതിൻ്റെ ആളുകൾ അല്ലെങ്കിൽ ആ കുട്ടിയുടെ സമപ്രായക്കാർ അല്ലെങ്കിൽ ആ ഒരു കുട്ടി ഇന്ന് ആ ഒരു പരീക്ഷ എഴുതേണ്ട കുട്ടിയാണ്. അപ്പോൾ അവൻ ആ പരീക്ഷ എഴുതാനില്ല, പക്ഷെ അവനെ കൊല്ലാക്കൊല ചെയ്ത അല്ലെങ്കിൽ അവനെ കൊന്ന അവർക്ക് പരീക്ഷ എഴുതാം, അതിലൊരു ബുദ്ധിമുട്ടില്ല. ഇതാണ് നമ്മുടെ നിയമം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നീ ഒരാളെ കൊന്നോ ഒരു കുഴപ്പമില്ല, നീ നിൻ്റെ കാര്യങ്ങളായിട്ട് ചെയ്തോ, ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഞങ്ങൾ അന്വേഷണം നടത്താം, അല്ലെങ്കിൽ തോന്നുമ്പോൾ നിന്നെ ചോദ്യം ചെയ്യുക എന്നുള്ളൊരു രീതിയിലാണ് നമ്മുടെ നിയമം നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാവണമെന്നില്ല. ഇത് അവർ ചെയ്യുന്നതാണോ, അവരെ കൊണ്ട് ആരെങ്കിലും ചെയ്യിപ്പിക്കുന്നതാണോ, എന്താ അതിന് പിന്നിലെന്നൊക്കെ പറയുക. ഇപ്പോൾ ഇതാ നമ്മുടെ മലപ്പുറത്ത് 2 പെൺകുട്ടികൾ ഒളിച്ചോടിയ ഒരു സംഭവം. ഒരു ഹിന്ദുവാണ്, ഒരു മുസ്ലിമാണ്. അവർ 2 പേരും എക്സാമിനാണ് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർ 2 പേരും പിന്നീട് ഒളിച്ചോടുകയാണ്. അവരുടെ ഫോൺ സ്വിച്ച് ഓഫായി. അവർ വീട്ടുകാരാകെ ടെൻഷനിൽ. അപ്പോൾ പരീക്ഷയ്ക്ക് എത്താത്തത് കാരണം ടീച്ചർ വിളിച്ച് ചോദിക്കുകയാണ് വീട്ടിൽ, നമ്മുടെ കൊല്ലപ്പരീക്ഷയാണ്, അപ്പോൾ അവർ പരീക്ഷയ്ക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടീച്ചർ വിളിച്ച് ചോദിക്കും. അങ്ങനെ വിളിച്ച് ചോദിക്കുമ്പോഴാണ് ഇവരുടെ പേരൻസ് പോലും ഈ ഒരു വിവരം അറിയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കുട്ടികളുടെ ഒക്കെ ഒരു മൈൻഡ് എന്ന് പറയുന്നത് എന്താണ്? അവരിപ്പോൾ ന്യൂസിൽ കാര്യങ്ങളൊക്കെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എക്സാം എഴുതാൻ പേടിയായിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്, അതുകൊണ്ടാണ് അവർ നാട് വിട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു മാറ്ററാണോ എന്ന് ചിന്തിച്ച് നോക്കുക. ഇപ്പോഴത്തെ നമ്മുടെ തലമുറക്ക് എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യങ്ങൾക്ക് അവരെങ്ങനത്തെ ഡിസിഷനാണ് എടുക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടിട്ട് ഒരു 10ാം ക്ലാസ്സുകാരൻ അവന് പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കാത്തതിൻ്റെ പേരിൽ അവൻ ആത്മഹത്യ ചെയ്തു. ഒന്ന് ചിന്തിച്ച് നോക്കില്ലേ? അവന്
പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പോയി, ആ ഒരു എഴുത്ത് എഴുതി വെച്ചിട്ട് അവൻ പോയി. ഇത്രേ ഉള്ളൂ നമ്മുടെ കുട്ടികളുടെ ഒരു മെൻ്റലായിട്ടുള്ളൊരു സ്റ്റേജ് എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കും, ഒരു തരത്തിലുള്ള പക്വത അല്ലെങ്കിൽ ഒന്നും ആലോചിച്ച് തീരുമാനിക്കാനുള്ള ഒരു ടൈം അവരെടുക്കുന്നില്ല. അവർക്ക് എന്താണ് ഇന്നൊരു തോട്ട് അതങ്ങോട്ട് ചെയ്യാം. അവർ പെൺകുട്ടികളൊക്കെ കോഴിക്കോട് എവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് കണ്ടു കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് CCTV ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ ന്യൂസിൽ ഇങ്ങനെ വരുന്നുണ്ട്. അവരെ ഇഷ്ടത്തിന് പോയതാണോ, ഇനി വേറെ എന്തെങ്കിലും അഫയർ ഉണ്ടായിട്ട് പോയതാണോ ഒന്നും ഇപ്പോൾ കൃത്യമായിട്ട് അറിയില്ല. ഇവരുടെ പാരൻസിൻ്റെ കോളും അല്ലാതെ ഇവരുടെ രണ്ടുപേരുടെയും ഫോണിലേക്ക് വേറൊരു വ്യക്തിയുടെ ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന് പിന്നിലുള്ള സത്യാവസ്ഥ എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കുട്ടികളുടെ ഒരു മെൻ്റലായിട്ടുള്ളൊരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്. എന്തിനാണ് തീരുമാനം എടുക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് പ്രതികരിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് ഒന്നും തന്നെ തീരുമാനിക്കാതെ ഇപ്പം എന്താണ് തോന്നുന്നത് അതങ്ങോട്ട് ചെയ്ത് കൂട്ടുക. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് പറയാം, ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാം എന്നുള്ള ഒരു ഓപ്ഷനൊക്കെ, എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട് നമുക്കിന്ന് അല്ലേ? നമ്മുടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഒന്നും പറ്റില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലെങ്കിലും പോയിട്ട് വിവരങ്ങൾ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ന് നമുക്കുണ്ട്. എന്നിട്ട് പോലും നമ്മൾ എനിക്കെന്താ തോന്നുന്നത്, ഞാൻ ഇല്ലാണ്ടാവണം അല്ലെങ്കിൽ ഞാൻ ഒളിച്ചോടട്ടെ എന്നാണ് തീരുമാനിക്കാൻ അങ്ങോട്ട് പോവുക. അത്രേ ഉള്ളൂ. നമ്മുടെ കുട്ടികളുടെ ഒക്കെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ പോലും ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ അവരെന്താണ് കാട്ടിക്കൂട്ടുന്നത് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്താണല്ലേ, എന്നാണ് ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നിട്ട് നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഒരു പക്വതയിൽ എത്തിയിട്ട് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു നാളെത്തുക. ഇനി ഒരു ദുരന്ത കഥ സത്യം പറഞ്ഞാൽ കേൾക്കാനുള്ളൊരു മനഃശക്തി ഇല്ല. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ദിനം പ്രതി നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്.